ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇതൊരു റിവിഷൻ ക്ലാസ്സായിട്ട് നിങ്ങൾ എടുക്കുക. എക്സാമിന് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കേട്ടിട്ട് പോവുക. ഇനി നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് ടൈമില്ല. അപ്പോൾ പഠിച്ചത് തന്നെ റിവിഷൻ ചെയ്യുക. അതിനുള്ള സമയമാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. 2024 സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ്, ഫ്രാൻസ്. ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്, USA. 2028 സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചൽസ്, USA. 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2023 സമാധാന നോബൽ ലഭിച്ചത് നർഗീസ് മുഹമ്മദി, ഇറാൻ. ഇറാൻകാരിയായ നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാന നോബൽ ലഭിച്ചത്. 2023 സാഹിത്യ നോബൽ ലഭിച്ചത് ജോൺ ഫോസ്, നോർവേ. നോർവേക്കാരനായ ജോൺ ഫോസിനാണ് 2023 സാഹിത്യ നോബൽ ലഭിച്ചത്. ലോകസഭാ സ്പീക്കർ ഓം ബിർള. ലോകസഭാ സ്പീക്കർ ഓം ബിർള. നിലവിലെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിലവിലെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചാന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്ന്? 2023 ജൂലൈ 18. ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്ന്? 2023 ജൂലൈ 18. MS സ്വാമിനാഥൻ അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28. MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? M ലീലാവതി. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? M ലീലാവതി. 2023 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. 2023 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. RBI ഗവർണർ ശക്തികാന്ത ദാസ്. RBI ഗവർണർ ശക്തികാന്ത ദാസ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ, USA. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ, USA. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നാരീശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നാരീശക്തി വന്ദൻ അധിനിയം. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28.
നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്ന് 2023 സെപ്റ്റംബർ 28. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. നോർവേയാണ് രണ്ടാമത്, ഐസ്ലാൻഡാണ് മൂന്നാമത്. അപ്പോൾ മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്, രണ്ടാം സ്ഥാനത്ത് നോർവേ, മൂന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? 134. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? 134. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള രാജ്യം ദക്ഷിണ സുഡാൻ. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള രാജ്യമാണ് ദക്ഷിണ സുഡാൻ, 192 സ്ഥാനം. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലാൻഡ്. 2024 സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഇന്ത്യയുടെ സ്ഥാനം 126. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ, 143 സ്ഥാനം. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ, 143 സ്ഥാനം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ സ്പെയിൻ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാവ് സ്പെയിൻ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീന കൊളംബിയയാണ് തോൽപ്പിച്ചത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീന കൊളംബിയയാണ് തോൽപ്പിച്ചത്. P വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി നിഴലുറങ്ങുന്ന വഴികൾ. P വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി നിഴലുറങ്ങുന്ന വഴികൾ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയിൽസ്മാൻ USA. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയിൽസ്മാൻ USA. ഡോക്ടർ MS സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. ഡോക്ടർ MS സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ബ്രസീൽ. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ബ്രസീൽ. 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി. 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധിക്ക്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് കൊൽക്കത്ത. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയം. 2023 അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ P വത്സലയുടെ ആത്മകഥ
കിളിക്കാലം. 2023 അന്തരിച്ച എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ്.എം. വിജയാനന്ദ്. കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ്.എം. വിജയാനന്ദ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. ISRO ചെയർമാൻ എസ്. സോമനാഥ്. ISRO ചെയർമാൻ എസ്. സോമനാഥ്. പി. വത്സല അന്തരിച്ചത് എന്ന്? 2023 നവംബർ 21. പി. വത്സല അന്തരിച്ചത് എന്ന്? 2023 നവംബർ 21. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 333 രൂപ. 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് 333 രൂപ. 22 രൂപ കൂട്ടി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. 13 രൂപ കൂട്ടി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. 13 രൂപ വർദ്ധിപ്പിച്ചു. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ഗവേഷണ സ്ഥാപനം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024. അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 2024 ജൂൺ 24. 18ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 2024 ജൂൺ 24. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ്? പാലക്കാട്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ നയിക്കാൻ തിരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് ജില്ലക്കാരനാണ്? പാലക്കാട്. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടൻ. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത് വിയ്യപുരം ചുണ്ടൻ. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടി. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ലഭിച്ചത് ഉമ്മൻചാണ്ടിക്ക്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1. മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതി ഗഗൻയാൻ. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്. രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യ. രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്തോനേഷ്യ. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ്. RBIയുടെ 90ാം വാർഷികത്തോട് അനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപ നാണയം. RBIയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്?
90 രൂപ നാണയം. ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ. കൽപ്പന. ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ. കൽപ്പന. മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട്. വ്യോമമിത്ര. മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര. K-Smart പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128. നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്? 2024 ജനുവരി 22. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 22. കാംഗസന്തുരൈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ശ്രീലങ്ക. കാംഗസന്തുരൈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ശ്രീലങ്ക. 2024 ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഹോം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഹോം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അല്ലു അർജുൻ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അല്ലു അർജുൻ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആലിയ ഭട്ട്, കൃതി സനോൺ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആലിയ ഭട്ട്, കൃതി സനോൺ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? റോക്കട്രി ദ നമ്പി ഇഫക്റ്റ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? റോക്കട്രി ദ നമ്പി ഇഫക്റ്റ്. 2025 G20 വേദി ദക്ഷിണാഫ്രിക്ക. 2025 G20 വേദി ദക്ഷിണാഫ്രിക്ക. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം? ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ആദിത്യ L1 വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 2023 ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം? ബജ്രംഗ് പുനിയ. 2023 ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം ബജ്രംഗ് പുനിയ.